തിരുവനന്തപുരം കുറ്റിച്ചലിൽ പൊതുശ്മശാനത്തിനായി പഞ്ചായത്ത് വാങ്ങിയിട്ട ചിലന്തിക്കുഴിയിലെ ഭൂമി കാട് കയറിയ നിലയിൽ. ശ്മശാനത്തിനായി ഭൂമിയുണ്ടെങ്കിലും ജനങ്ങൾക്ക് മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ മറ്റിടങ്ങൾ തേടേണ്ട അവസ്ഥയാണ്. നമ്മളിപ്പോൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പൊതുശ്മശാനത്തിനായി പഞ്ചായത്ത് അനുവദിച്ച വഴിയിൽ കൂടെയാണ്. തികച്ചും ദുർഘടമായ ഈ വഴിയിൽ കൂടെയാണ് ഒരു മൃതദേഹം വഹിച്ചുകൊണ്ട് ആളുകൾ ആ ശ്മശാനത്തിലേക്ക് എത്തുന്നത്. നമുക്ക് എന്തായാലും ആ ശ്മശാനം വരെ ഒന്ന് പോയി നോക്കാം. കുറ്റിച്ചൽ പഞ്ചായത്തിൽ ശ്മശാനത്തിനായി ഭൂമിയുണ്ടെങ്കിലും ജനങ്ങൾക്ക് മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ മറ്റിടങ്ങൾ തേടണം. ഇവിടേക്ക് എത്താനുള്ളത് ഒരു നടവഴി മാത്രമാണ്. നിലവിൽ കാട് മൂടി ഇഴജന്തുക്കളുടെയും വന്യമൃഗങ്ങളുടെയും താവളമാണ് കോട്ടൂർ വനത്തിനോട് ചേർന്ന ഈ ശ്മശാന ഭൂമി. വഴിയില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നും തന്നെയില്ല. ഈ കാണുന്ന 50 സെന്റ് ഭൂമിയാണ് പൊതുശ്മശാനത്തിനായി 18 വർഷങ്ങൾക്ക് മുൻപ് ഇവിടത്തെ പഞ്ചായത്ത് ഏറ്റെടുത്തത്. അടുത്ത് ആള് നിന്നാൽ പോലും കാണാനാവാത്ത ഉയരത്തിൽ കാട് മൂടി കിടക്കുന്നു. ചിലന്തിക്കുഴിയിൽ നിന്ന് 1.5 കിലോമീറ്ററോളം ദൂരം കാട്ടിലൂടെ നടന്നാലേ ഇവിടെ എത്താനാകൂ. ഇവിടെ മൃതദേഹത്തിന്റെ അരികിൽ ഉറ്റവർ കാവലിരിക്കേണ്ട അവസ്ഥയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ചുറ്റുമതിലോ യാതൊരു സംരക്ഷണ ഭിത്തികളോ ഇല്ലാതെയാണ് ഇവിടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നത്. ഈ അടക്കം ചെയ്യുന്ന മൃതദേഹങ്ങളെ വന്യമൃഗങ്ങൾ രാത്രി എത്തി വികൃതമാക്കാതിരിക്കാനാണ് ഉറ്റവരുടെ കാവലിരിക്കുന്നത്. മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി എത്തിക്കണമെങ്കിൽ വളരെ ദൂരം ചുമക്കണം. വഴിയോ ചുറ്റുമതിലോ അത്യാവശ്യ സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ അടുത്തുള്ള ഒരു കോളനിയിലെ താമസക്കാരൊഴികെ മറ്റാരും ഇവിടേക്ക് മൃതദേഹവുമായി എത്താറില്ല. ഇവിടെ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 18 കൊല്ലത്തിന് മുകളിലാകും. അഥവാ ഒരു ബോഡി ഇവിടെ നമ്മൾ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം 2 ദിവസം ആ ബോഡിക്ക് കാവലിരിക്കേണ്ട സ്ഥിതിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മൃഗങ്ങൾ ഒരു കോമ്പൗണ്ട് ഒന്നുമില്ല. വനത്തിൽ നിൽക്കുന്ന കാടും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. കാര്യം ഏത് സമയവും മൃഗങ്ങൾ ഇറങ്ങുന്ന സമയം, ആനയായാലും ഏത് മൃഗങ്ങൾ ഇറങ്ങുന്ന സമയമാണ്. അത് ഈ ബോഡി ഇവിടെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലും കാരണം കൊണ്ട് ചിലപ്പോൾ അതൊക്കെ കടിച്ചു കൊണ്ട് പോകുമോ. അതുകൊണ്ട് പിന്നെ അടുത്തൊരു ബോഡി വരുന്ന സമയത്ത് ഇത് എവിടെയാണോ നേരത്തെ ഒരു ബോഡി ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും ആർക്കും അറിയാൻ പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ഇപ്പോൾ കാടൊക്കെ കയറി മൊത്തം മൂടി അങ്ങനത്തെ അവസ്ഥയാണ്. സാധാരണ നമ്മളൊരു ബോഡി കൊണ്ടുവരുന്ന സമയത്താണെങ്കിൽ 4 പേര് ചുമന്നൊക്കെയാണ് സാധാ ഒരു ബോഡി എവിടെയായാലും നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, തിരിച്ചാണ്. കാര്യം നമ്മൾ തലയ്ക്ക് ഒരു ചെമ്പിട് നമ്മൾ വിറകോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം നമ്മുടെ തലയ്ക്ക് വെച്ച് ചുമന്നുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയിലാണ് ഒരു ബോഡി തലയ്ക്ക് ചുമന്നുകൊണ്ട് വരിക. അപ്പോൾ അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ ബോഡികൾ ഇങ്ങോട്ട് വരുന്നുള്ളൂ. നമ്മുടെ ഈ കുറ്റിച്ചൽ പഞ്ചായത്തിന് നമുക്ക് ഉള്ള ഒറ്റ ഈ ഒരു ശ്മശാനമാണ് ഉള്ളത്. വൈകുന്നേരത്തോടടുക്കുന്ന സമയമാണിത്. ഇരുട്ടിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തേക്ക് ആളുകൾ വരാതെയാകും. കാരണം വേറൊന്നുമല്ല, വന്യമൃഗങ്ങളുടെ ശല്യം തന്നെയാണ്. നിലവിൽ മാർനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു വൈദ്യുതി ശ്മശാനമുണ്ട്. സമീപത്തെ പല പഞ്ചായത്തുകളിലും ശ്മശാനമൊരുക്കാൻ ഭൂമി കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെയുള്ള ഭൂമി ഉപയോഗപ്പെടുത്താൻ ശ്രമമുണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. പൊതുശ്മശാനമൊരുക്കാൻ ആദ്യം വേണ്ടത് വാഹനമെത്താനുള്ള വഴിയും സംരക്ഷണത്തിന് ചുറ്റുമതിലുമാണ്. തുടർച്ചയായ ശ്രമമുണ്ടായാൽ പദ്ധതി യാഥാർത്ഥ്യമാകും. ഇതിനായി നാട്ടുകാർ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും പരിഗണിക്കുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം. 3 സെന്റ് സ്ഥലം ഇതാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ സ്ഥലമുള്ളിടത്തോളം കാലം നമുക്ക് ശ്മശാനത്തല്ല, അല്ലാതെ നമ്മളെ വീട്ടിൽ അടക്കം നമ്മളെ കൊണ്ട് പറ്റൂല. ഒരാളിന് പോലും നടന്നു നോക്കൂല. 4 പേരില്ലാതെ ഒരു ജഡത്തിനെ കൊണ്ടുപോകാൻ നോക്കൂല. 2 പേരും ഇതെടുക്കാതെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല. നമുക്ക് ആരെങ്കിലും ഒരാളെ മരിച്ചാൽ നമ്മളെ വീട്ടിൻ്റെ നടയിൽ വെച്ചോണ്ടിരിക്കാനൊക്കെ ഒത്തിരി രാത്രിയായി പോയ ആന, പന്നി ശല്യം. ഗവൺമെൻറ് ആയിരുന്നിരുന്നാലും ശരി, പഞ്ചായത്തിൽ നിന്നായിരുന്നാലും ശരി, നടപടി ക്രമീകരണമായിട്ട് ഞങ്ങൾക്ക് ഈ വഴി തന്നേ പറ്റുള്ളൂ. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പണ്ടെടുത്ത് എന്തെങ്കിലും ഏത് സാഹചര്യം ചെയ്തായിരുന്നാലും ഞങ്ങൾക്ക് ഈ വഴി ക്രമീകരണം ഉണ്ടാക്കി തന്നേ മതിയാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത് ഞങ്ങളിൽ ആരെങ്കിലും ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിലെടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ബോഡി കൊണ്ട് അവിടെ വയ്ക്കും, വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കും. അത് മാത്രമേ ഞങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ. ഇനി ഈ പ്രദേശവാസികളോട് സർക്കാർ കാണിക്കുന്നത് കണ്ണില്ലാത്ത ക്രൂരതയാണ്. ക്യാമറാമാൻ അനൂജ് ആനാവൂരിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.